ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ തൊട്ട് വീഡിയോ ഇട്ട് തുടങ്ങി. ഇന്നപ്പോൾ എന്ത് വീഡിയോ ഇടാമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് ഈവനിങ് ആയിട്ടുള്ള ഒരു വ്ളോഗ് പോലെ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈവനിങ് റുട്ടീൻ വ്ളോഗ് പോലെ ചെയ്യാമെന്ന്. അപ്പോൾ അതാണിന്ന് ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെ പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാ വീട്ടിലും ചെയ്യും പോലെ പരിസരം വൃത്തിയാക്കും, പാത്രം കഴുകും, പിന്നെ ബാത്റൂം കഴുകും, പിന്നെ പോയി കുളിക്കും, പിന്നെ വിളക്ക് കത്തിക്കും, പിന്നെ ഭക്ഷണം ഉണ്ടാക്കാൻ കയറും. അതൊക്കെ ഉള്ളൂ. ഇപ്പം അമ്മയാണ് ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പം അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഞാനാണ് ഭക്ഷണം ഉണ്ടാക്കണത്, എല്ലാം ഏറ്റെടുത്തിപ്പോൾ ചെയ്യണത്. അനിയത്തിയെ കൊണ്ട് അത്രയ്ക്കൊന്നും അറിഞ്ഞുകൂടെ ചെയ്യാനൊന്നും. അപ്പം ഞാനാണ് ചെയ്യണത്. ഗായ്സ്, ഇത് നിങ്ങൾ കണ്ട ഈ ചെടിയിൽ ഇത് ആദ്യമായിട്ട് പൂത്ത പൂവാണ്. ഇത് സോഫ്റ്റ് ആയിട്ടിരിക്കുന്നു, നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞാൻ കട്ടൻ ചായ ഇട്ട് അമ്മയ്ക്ക് കൊടുത്തു. വൈകുന്നേരം ഒരു 5 മണിയൊക്കെ ആകുമ്പോൾ അമ്മയ്ക്ക് കട്ടൻ ചായയും ബിസ്ക്കറ്റും കൊടുക്കണം. അതപ്പോൾ ഞാൻ കൊടുത്തു. എന്നിട്ടാണ് വന്ന് നിൽക്കണം. ഇനി ജോലികൾ ഓരോന്നായിട്ട് തുടങ്ങണം. അപ്പോൾ നമുക്ക് കാണാം എന്തൊക്കെ ജോലിയാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ ഗൈസ്, അമ്മ കിടക്കുകയാണ്. ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു അമ്മയെ കൊണ്ടൊരു ഹായ് പറയിക്കാമെന്ന്. അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്തോട്ട് പോയി പറയാം. അമ്മ, ഒരു ഹായ് പറ. സർജറി കഴിഞ്ഞുകൊണ്ട് ഇനി അമ്മയ്ക്ക് 3 മാസത്തേക്ക് വെയിറ്റ് ഒന്നും എടുക്കാൻ പറ്റൂല, കുനിയാൻ പറ്റൂല, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വീട്ടിലെ കുറേ കാര്യങ്ങൾ മാനേജ് ചെയ്യണം ഞാനാണ്. എൻ്റെ അനിയത്തി പറ്റണ സഹായം ചെയ്യും, എന്നാലും അവൾക്കത്ര ചെയ്യാനായിട്ട് അറിഞ്ഞൂടാ കാര്യങ്ങളെല്ലാം. ഗൈസ്, ആദ്യം ഈ പാത്രമൊക്കെ കഴുകണം. പാത്രം ഇന്ന് കുറച്ചേ ഉള്ളൂ. ഇന്നലെയൊക്കെ തോനെ പാത്രം ഉണ്ടായിരുന്നു. ഇന്നലെ മിനിഞ്ഞാന്നൊന്നും ഫുഡ് ഉണ്ടാക്കിയ ഞാനല്ല, അച്ചാച്ചൻ്റെ അനിയത്തിമാരാണ് ഫുഡൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് തന്നത്. അപ്പോൾ ഇന്ന് മുതലാണ് ഞാൻ ഉണ്ടാക്കിയത്. ഇന്നലെ മിനിഞ്ഞാന്ന് അവരാണ് തന്നത്. ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ തോനെ കറികളൊക്കെ ഉണ്ടായിരുന്നു. ഞാനുണ്ടാക്കിയ 1 കറി 2 കറി, അതിനപ്പുറം പോവില്ല. അവരൊക്കെ ആണെങ്കിൽ ഒരുപാട് കറിയൊക്കെ കൂട്ടിയാണ് ചോറുണ്ണണത്. അപ്പോൾ ഗൈസ്, ഞാൻ ഇനി പോയി ബാത്റൂം വൃത്തിയാക്കാൻ പോവാണ്. അപ്പോൾ പോയിട്ട് വരാം. അതിൻ്റെ വീഡിയോ ഞാൻ എടുക്കുന്നില്ല. അപ്പോൾ ഗൈസ്, ഞാൻ അങ്ങനെ സക്സസ്ഫുള്ളി ബാത്റൂം കഴിഞ്ഞു. അയ്യോ. അപ്പോൾ ഗൈസ്, ജോലിയൊക്കെ ഒരുവിധം ഓക്കെ ആയി. ഇനി രാത്രിത്തേക്കുള്ള ഭക്ഷണം മാത്രം ഉണ്ടാക്കിയാൽ മതി. അമ്മയ്ക്ക് ദോശ ഉണ്ടാക്കണം, പിന്നെ അച്ഛനൊക്കെ ചപ്പാത്തി ഉണ്ടാക്കണം. അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി പോയി കുളിക്കാം. അപ്പോൾ ഞാൻ പോയി കുളിച്ചിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ കുളിച്ചിട്ട് വന്നു. ഇനി ഒരു പൊട്ടിട്ട് കൊടുക്കാം. ഒന്നിരുന്നുണ്ട്. ആദ്യം ഒരു കറുത്ത പൊട്ട് വെച്ച് കൊടുക്കാം. കറക്റ്റായില്ലേ? ഇനി ഒരു സാധനം പോലെ ഉണ്ട്. ഓക്കെ. അപ്പോൾ ഗൈസ്, തല ഒന്ന് കെട്ടിക്കൊടുക്കാം. ഞാൻ എൻ്റെ ഒരു കൈ കൊണ്ട് വീഡിയോ എടുക്കുകയും ചെയ്യുന്നു, ഒരു കൈ കൊണ്ട് കെട്ടുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് കെട്ടണത് മൊത്തം എടുക്കാൻ പറ്റാത്തത്. അപ്പം ഞാൻ കെട്ടിയിട്ട് എടുക്കാം. ജസ്റ്റ് ഒന്ന് കോതി ഒരു ക്ലിപ്പും വെച്ച് കൊടുത്തു. നമുക്ക് കമ്മലിടാം. കമ്മൽ എപ്പോഴും ഇടാറുള്ള കമ്മലാണ് ഈ കമ്മൽ. അതിട്ട് എനിക്ക് എങ്ങനെ കാണിക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഞാനാണ് ക്യാമറ എടുക്കുന്നത്, അതുകൊണ്ട് എനിക്ക് പറ്റില്ല. ഞാൻ അതുകൊണ്ട് കമ്മലിട്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഞാൻ കമ്മലിട്ട് റെഡിയായി. ഇനി എന്താ ചെയ്യേണ്ടത്? പോയി ആഹാരം ഉണ്ടാക്കണം. അതാണ് ഇനി ചെയ്യാനുള്ള ജോലി. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വലിയതായിട്ടൊന്നും ചെയ്യാനൊന്നുമില്ല. വൈകുന്നേരം ഞാൻ ഒരു ജ്യൂസ് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല, സമയം കിട്ടിയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഓരോന്നും ചെയ്യണതിൻ്റെ ഇടയ്ക്ക് സമയം കിട്ടണ്ടേ. അതുകൊണ്ടാണ് ആ ജ്യൂസ് അടിച്ചെടുക്കാൻ പറ്റാതിരുന്നത്. എന്തായാലും ഞാൻ ആ ജ്യൂസ് ചെയ്ത് കാണിക്കാം. അമ്മയ്ക്ക് വയ്യാത്തതുകൊണ്ട് ഇപ്പം ഒരുപാട് ആൾക്കാർ കാണാൻ പറഞ്ഞുകൊണ്ട് ഫ്രൂട്ട്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം അത് വെച്ച് നാളെ ഒരു ജ്യൂസ് ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ബൈ.